നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിൻ്റെ അത്ഭുത ശക്തിയെപ്പറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരന്തരമായി പരിശ്രമിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ചിലതൊക്കെ നടക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരേപോലെ കഴിവുണ്ടായിട്ടും ഒരേപോലെ കഠിനാധ്വാനം ചെയ്തിട്ടും ചിലരെ മാത്രം ഭാഗ്യം സ്ഥിരമായി കടാക്ഷിക്കുകയും ചിലരൊക്കെ സ്ഥിരമായി കഷ്ടപ്പാടിൽ മാത്രം കഴിയുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിലപ്പെട്ട അറിവായിരിക്കും ഇനി അങ്ങോട്ടുള്ള കുറച്ച് നിമിഷങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കേവലം ഒരു വാക്കിനെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള നന്ദി എന്ന രണ്ട് വാക്കിൻ്റെ പിന്നിലുള്ള വലിയ രഹസ്യത്തെ പറ്റിയാണ്. ശരിക്കും എന്താണ് നന്ദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ മറ്റൊരാൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ തിരിച്ചു പറയുന്ന ഒരു വാക്കു മാത്രമാണോ? അതോ നമ്മളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചശക്തിയിൽ നിന്ന് ആകർഷിച്ചെടുക്കാനുള്ള ഒരു രഹസ്യ താക്കോലാണോ യഥാർത്ഥത്തിൽ നന്ദി പറച്ചിൽ? സമാനമായതിനെ ആകർഷിക്കും എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉപബോധ മനസ്സിൻ്റെ ശക്തി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ മോശം കാര്യങ്ങൾ സംഭവിച്ചാൽ അന്നത്തെ ദിവസം മുഴുവനായി മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിക്കുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ട് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നതായിരിക്കും. ഇത് തികച്ചും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഇത് സമാനമായതിനെ ആകർഷിക്കും എന്ന സിമ്പിളായ സയൻറ്റിഫിക്കലി പ്രൂവ്ഡായ ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം അനുസരിച്ച് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് നന്ദി എന്ന വാക്കിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത്. സാധാരണ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ദൈവത്തോട് എപ്പോഴാണ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുക? നമ്മൾക്ക് ഒരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇല്ലായ്മ വരുമ്പോൾ, പണം ഇല്ല പണം തരൂ, നല്ല ജോലിയില്ല ജോലി തരൂ, ആരോഗ്യമില്ല ആരോഗ്യം തരൂ, മനസ്സമാധാനമില്ല മനസ്സമാധാനം തരൂ. ഇത്തരത്തിൽ എന്തെങ്കിലും ഇല്ലായ്മകൾ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോടും അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലോടും പ്രപഞ്ചശക്തിയോടും നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഇല്ല 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 എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ യഥാർത്ഥ സയൻസ് എന്താണ് എന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്ത ആളുകൾ നിർബന്ധമായും ആ വീഡിയോ മുഴുവനായും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്താണോ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നത്, എന്താണോ നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്നത്, അത് നമ്മളിലേക്ക് തിരിച്ചു വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്തവന് എന്നും ഇല്ലായ്മ തന്നെയായിരിക്കും, കഷ്ടപ്പാട് തന്നെയായിരിക്കും. ഉള്ളവന് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഉള്ളവൻ്റെ മനസ്സിൽ സമൃദ്ധിയായിരിക്കും, നന്ദിയായിരിക്കും ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ രഹസ്യം. ഇവിടെയാണ് നന്ദി എന്ന വാക്കിൻ്റെ രഹസ്യം ഇരിക്കുന്നത്. നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് ഉണ്ട് എന്ന അവസ്ഥ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പതിയുന്നു. നമ്മൾ സമൃദ്ധിയിലാണ് എന്നുള്ള ഒരു ബോധം നമ്മളുടെ ഉപബോധ മനസ്സ് സ്വീകരിച്ചെടുക്കുന്നു. അതുകൊണ്ട് കൂടുതൽ സമൃദ്ധി നമ്മളിലേക്ക് തരുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ നന്ദി ഉപയോഗിച്ച് എങ്ങനെ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താം എന്ന് നോക്കാം. അതിലൊന്ന് പ്രധാനമായും നമ്മൾക്ക് നിലവിൽ ഉള്ളതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് നിലവിലുള്ള അനുഗ്രഹങ്ങളെ കണ്ടെത്തി അതിന് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഈ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ നടുവിൽ എന്തിനാണ് നന്ദി പറയുന്നത്, എന്ത് കാര്യത്തിനാണ് നന്ദി പറയേണ്ടതെന്ന്. നിസ്സാരമായി പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന കാര്യം കേൾക്കാൻ, കാണാൻ നിങ്ങൾക്കൊരു ഫോണുണ്ട്, അതിൽ ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്, അത് കാണാനുള്ള കാഴ്ചശക്തിയുള്ള കണ്ണുണ്ട്, കേൾക്കാനുള്ള കേൾവി ശക്തിയുള്ള ചെവിയുണ്ട്. അതിന് നന്ദി പറയാം. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ
ഇന്നത്തെ ഒരു പുതിയ പ്രഭാതം കൂടി എനിക്ക് കാണിച്ചു തന്നതിന്, എനിക്ക് ആയുസ് തന്നതിന് നന്ദി പറയാം. നമ്മൾ കുടിക്കുന്ന ജലത്തിന് നന്ദി പറയാം. നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നന്ദി പറയാം. നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിന് നന്ദി പറയാം. അങ്ങനെ നന്ദി പറയാനുള്ള കാരണങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങളായെങ്കിൽ പോലും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ തേടി വരും എന്നുള്ളതാണ് അതിൻ്റെ അത്ഭുതകരമായ വസ്തുത. ഈ വീഡിയോയുടെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കാരണം അതും ഒരു നന്ദി പ്രകടനമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നന്ദിയുടെ എനർജി പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നന്ദിയുടെ അത്ഭുത ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ കഷ്ടപ്പാടുകൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഏറ്റവും അത്ഭുതകരമായ റിസൾട്ട് തരുന്നതുമായ ഒരു സംഗതിയാണ്. നമ്മൾക്ക് കഷ്ടപ്പാടുകൾ തരുമ്പോൾ നമ്മൾ അതനുസരിച്ച് കൂടുതൽ ശക്തിപ്പെടുന്നു, അതനുസരിച്ച് കൂടുതൽ അറിവുകൾ നേടുന്നു, വീഴ്ചയിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അതിന് നന്ദി പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് സങ്കല്പിച്ച് നന്ദി പറയുക എന്ന് പറയും. അതായത് നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത്, നമ്മൾക്ക് എന്താണോ ആഗ്രഹമുള്ളത്, ആ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് സങ്കല്പിക്കുക. ഇപ്പം നമ്മൾക്കൊരു വീടാണ് ആഗ്രഹമുള്ളത് എങ്കിൽ ആ ഭവനത്തിൽ നമ്മൾ താമസിക്കുന്നതായി മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത്, അത് മനസ്സിൽ ഫീൽ ചെയ്ത്, അത് ഒരു സിനിമയിൽ എന്നതുപോലെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കണ്ണടച്ചിരുന്ന് എൻ്റെ ഇത്തരത്തിലൊരു സ്വപ്ന ഭവനം എനിക്ക് തന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറയുക. സ്വാഭാവികമായും അങ്ങനെ നമ്മൾ പറയുമ്പോൾ, ഒരു കാര്യം സംഭവിച്ചു എന്ന് സങ്കല്പിച്ച് നമ്മൾ പറയുമ്പോൾ ആ കാര്യം നടത്തി തരേണ്ട ഉത്തരവാദിത്വം പ്രപഞ്ചശക്തിയും നമ്മുടെ ഉപബോധ മനസ്സും ഏറ്റെടുക്കും. അത് എങ്ങനെ എന്ന് പോലും അറിയാണ്ട് അത് നമ്മളിലേക്ക് എത്തിച്ചേരും. ആ സ്വപ്ന ഭവനം നമുക്ക് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് സത്യം. നന്ദി എന്നുള്ളത് വെറും ഒരു വാക്കല്ല, അത് നമ്മളിലേക്ക് വല്ലാതെ പോസിറ്റീവ് എനർജി നിറയ്ക്കും. നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റും. നമ്മളുടെ ഉപബോധ മനസ്സ് ശുഭകരമായ കാര്യങ്ങൾ കാണാൻ തുടങ്ങും. 1000 പ്രശ്നങ്ങൾക്കിടയിലും ഒരു നല്ല കാര്യം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടും. നല്ല അവസരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ അവസരങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കും. മാത്രമല്ല, നമ്മളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം ഈ നന്ദി പറയുന്നതിലൂടെ, മനസ്സിൽ നിറവുണ്ടാകുന്നതിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരും. മറ്റൊന്ന്, നന്ദിയുള്ള മനസ്സിൽ അസൂയയും കുശുമ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ ഊഷ്മളമാവുന്നത് അത്ഭുതകരമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം അവരിലെ ചെറിയ ചെറിയ നന്മകൾ കണ്ടെത്തുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നതോടെ അത്ഭുതകരമായ ആ ബന്ധം ദൃഢമാകുന്നത് നമ്മൾക്ക് നമ്മളുടെ കൺമുമ്പിൽ കാണാൻ വേണ്ടി സാധിക്കും. നന്ദി പറയുമ്പോഴുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, സാമ്പത്തികമായി നമ്മൾക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ കയ്യിലുള്ള പണം, അത് എത്ര ചെറുതായാലും 10 രൂപയായാലും, ആ പണം നമുക്ക് ലഭിച്ചതിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ കൂടുതൽ 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 പണം നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ പണത്തെ കുറ്റപ്പെടുത്തിയാൽ പണം നമ്മളിലേക്ക് എത്തില്ല, നമ്മൾക്കൊരിക്കലും സമ്പത്തുണ്ടാവില്ല, നമ്മൾ ഒരിക്കലും സമ്പന്നനാവില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഓരോ തവണ പണം ചെലവഴിക്കുമ്പോഴും ആ സേവനത്തിന് നന്ദി പറയുക. നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ ആ പണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ട്
10 മടങ്ങായിട്ട് എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായി സങ്കല്പിച്ച് മനസ്സ് നിറഞ്ഞ് പണം ചെലവഴിക്കുക. അപ്പോൾ അതിൻ്റെ ഇരട്ടി 1000 ഇരട്ടി പണം നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിയമം. ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ ഞാൻ ചെറിയൊരു ചെറുതാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട എഫക്റ്റീവായ ഒരു മാർഗം പറഞ്ഞു തരാം. എല്ലാ ദിവസവും കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ബുക്ക് എടുത്ത് ആ ബുക്കിൽ അന്നത്തെ ദിവസം നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ കണ്ടെത്തി, വീണ്ടും പറയും, നല്ല കാര്യങ്ങളെ കണ്ടെത്തി ആ നല്ല കാര്യങ്ങൾക്ക് ഓരോന്നോരോന്നായി എഴുതിയിട്ട് നന്ദി 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 എന്ന് എഴുതി വെക്കുക. ഓരോ കാര്യങ്ങൾക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ചായ കുടിച്ചതിന് നന്ദി പറയാം, നല്ല ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയതിന് നന്ദി പറയാം, ജലത്തിന്, വായുവിന്, അങ്ങനെ എല്ലാ കാര്യത്തിനും ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറഞ്ഞ് അത് 1, 2 എന്ന് നമ്പർ ഇട്ട് 5 കാര്യങ്ങൾ എഴുതിയിട്ട് നന്ദി പറഞ്ഞു വെക്കുക. ഇങ്ങനെ 21 ദിവസം ശ്രദ്ധിച്ചു കേട്ടോ, 21 ദിവസം തുടർച്ചയായി. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നാണ് പറയുക. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ വിശദമായി പിന്നീട് ചെയ്യാം. 21 ദിവസം ഇത്തരത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ബുക്കിൽ അന്ന് സംഭവിച്ച ഏറ്റവും കുറഞ്ഞ 5 കാര്യങ്ങളെങ്കിലും എഴുതി അതിന് നന്ദി പറഞ്ഞു വെച്ചാൽ കൂടുതൽ നന്ദി പറയാനുള്ള അവസരം നമ്മളിലേക്ക് എത്തിച്ചേരും. അത്ഭുതകരമായ അഭിവൃദ്ധിയും നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പ്രപഞ്ചം ഒരു കണ്ണാടി പോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് 10 മടങ്ങായിട്ട് തിരിച്ചു വരും. നമുക്ക് സന്തോഷമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സന്തോഷം കൂടുതൽ സന്തോഷിക്കാനുള്ള സാഹചര്യം പ്രപഞ്ചശക്തി നമ്മളിലേക്ക് എത്തിക്കും. പരാതികളാണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ പരാതി പറയാനുള്ള സാഹചര്യം നമ്മളിലേക്ക് എത്തിച്ചു തരും. കൃതജ്ഞത, നന്ദിയാണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ നന്ദി പറയാനുള്ള അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സയൻസ്. ഇതാണ് ഉപബോധ മനസ്സും പ്രപഞ്ചശക്തിയും ചേർന്ന് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന നിയമത്തിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു തെളിയിക്കപ്പെട്ട ശാസ്ത്രമാണ്. ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ട് ഒരുപാട് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുക. അത്ഭുതകരമായ മാറ്റം, അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ തരത്തിലും മാറ്റം കൊണ്ടുവരും എന്നുള്ളതിന് ഉറപ്പാണ്. ഇനി വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ഇന്നത്തേക്ക് തൽക്കാലം നിർത്തട്ടെ. നന്ദി.